തനിക്കിത് വേണം. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, നാട്ടിൽ പിറന്നിറങ്ങിയിരിക്കുന്ന പെമ്പിള്ളേരെ ഫോട്ടോയും കൊണ്ട് അച്ചുവേട്ടന്റെ അമ്മയുടെ മുമ്പിൽ കൊണ്ടുപോയി ഫാഷൻ പരേഡ് നടത്തരുതെന്ന്. ഈ ജന്മത്ത് കല്യാണം കഴിക്കില്ലെന്ന് ശപഥം ചെയ്ത് കച്ച മുറുക്കി കിടക്കുന്ന ഭീഷ്മയ്യരാണ് അച്ചുവേട്ടൻ. ഞങ്ങളുടെ പുരാണത്തിലൊരു മെഗാസ്റ്റാർ കഥാപാത്രമുണ്ട്, ഭീഷ്മയ്യര്. ഭീഷ്മയ്യരല്ലട ചെകുത്താനെ, ഭീഷ്മര്. ഞാൻ ഇത്തിരി റെസ്പെക്ടോടുകൂടി പറഞ്ഞേ ഉള്ളൂ. എന്തായാലും അച്ചുവേട്ടൻ തോട്ടിൽ ചാടാൻ ഞാൻ തന്റെ ഭാഗ്യദോഷം. ഭാഗ്യദോഷം? അല്ലെങ്കിൽ തന്റെ ശവദാകവും അടിയന്തരവും ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റിന്റെ മാനേജർ എന്ന നിലയ്ക്ക് ഈ PM പ്രേമചന്ദ്രൻ നല്ല അടിപൊളിയാക്കി തരുമായിരുന്നില്ലേ? പറഞ്ഞിട്ടെന്താ കാര്യം? തന്റെ മക്കൾക്ക് അതൊന്നും കാണാനുള്ള യോഗ ഇല്ലാതായി പോയി. മഹാഭാവി, നാടായ നാട് മുഴുവനും കല്യാണം കടത്തുറപ്പും ഒരാഘോഷാക്കി നടത്തി കൊടുക്കണ ബിസിനസ് നടത്തുന്ന ആളല്ലേ അച്യുതൻകുട്ടി. അതിനാണ് പാർട്ടി ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയണത്. കല്യാണം മാത്രമല്ല, കാഞ്ചീപുരം പട്ട് മുതൽ കപ്പലണ്ടി മുട്ടായി വരെ കമ്പോളത്തിൽ ഇറക്കുന്നത് ഒരു സംഭവമാക്കി മാറ്റണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണം. എന്തോ ആയിക്കോട്ടെ, നാട്ടുകാരെ കല്യാണം മുഴുവൻ ആഘോഷാക്കി കൊടുക്കുന്ന ആൾക്ക് സ്വന്തം കല്യാണം വേണ്ടാന്ന് ബാസി പിടിക്കുന്നു. ഇച്ചിരി കടുപ്പം തന്നെയാ. എന്ത് കടുപ്പം? ഓർമ്മ വെച്ച കാലം മുതൽ ഒരു പാത്രത്തിൽ ഫുഡ് അടിച്ച് ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങി ഒന്നിച്ച് ബിസിനസ് നടത്ത മേത്തച്ചങ്ങാതി സ്വന്തം പെങ്ങളെ കട്ടുണ്ടോയി താലി കെട്ടിയാ പിന്നെ കടുപ്പത്തിലല്ലാതെ മീഡിയത്തിലെ ലേറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അച്ചുവേട്ടന് പറഞ്ഞു വെച്ച കല്യാണക്കാർ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടാണല്ലോ വേറെ ആലോചന കൊണ്ട് നജീബ് എന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ടാണല്ലോ തനിക്ക് തോട്ടി ചാടേണ്ടി വന്നതും. ഞാനെന്ത് പഠിച്ച് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കെട്ടുള്ളൊന്നും പറഞ്ഞിരുന്നു. ഈ ഒറ്റക്കൊമ്പം വാശി പിടിച്ചിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, ദോഷജാതകമുള്ള പെണ്ണാണ്, ജാതകം തിരുത്തി എഴുതിക്കാന്ന്. കേട്ടില്ല. എന്നിട്ട് എന്തായി? വന്നവന്മാർക്കൊക്കെ ചായയും പലഹാരവും കൊടുത്തു. മടുത്തപ്പോ നക്ഷത്രവും ജാതകവും വിശ്വാസയിലെത്ത നജീബിന്റെ കൂടെ പെങ്കൊച്ചിറങ്ങിപ്പോയി. അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇനി ഇളയതൊരെണ്ണം കൂടെ ഉണ്ടല്ലോ കെട്ടിക്കാൻ. ആ കൊച്ചാണെങ്കിൽ ഏട്ടന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി കല്യാണം ഒന്നും പറഞ്ഞ് നിൽക്കുകയാണ്. എന്ന ഈ കൊമ്പനെ പിടിച്ച് ഏതെങ്കിലും കെടുത്തിട്ട് താലി കെട്ടിച്ച് തളക്കാന്ന് വിചാരിച്ചൊരു ആലോചന കൊണ്ട് എന്നാ അപ്പ ചവിട്ട് കീറാൻ വരും പട. ആ പാവം തള്ളയുടെ ഒരു തലവിധിയെ ബാക്കിയുള്ളവന് ഒരു കൊല പഴത്തിന്റെ കാശ് നഷ്ടം. എന്നാ അത് എന്ന് നജീബിനോട് ചോദിക്ക്. ഇന്നാർക്ക് ഇന്നാരെന്ന് പഠിച്ചോന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒറ്റക്കൊമ്പന്റെ കയ്യിൽ നിന്ന് ഒരു സാരി മേടിച്ചു കൊടുക്കാൻ ഒരുത്തി ഈ ദുനിയാവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. പെണ്ണ് നടന്നിട്ട് ഇരുന്നിട്ട് എന്താ കാര്യം? പെണ്ണ് നടക്കണ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നജീബ് വിചാരിക്കണത് പോലെ അച്യുതൻകുട്ടിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ നജീബ് വിചാരിക്കുന്ന പോലെ അച്യുതൻകുട്ടി അനുസരിക്കണമെങ്കിലേ പട്ടരുമടത്തിൽ നജീബ് ഫ്രണ്ട്സിന് പകരം ന്യൂ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ ഒരു ആഫീസ് തുറന്നിരുന്നിട്ട് കാര്യമില്ല. ബിസിനസ്സിൽ അച്ചുവേട്ടനെ തോപ്പിക്കണം. അത് ഈ ആയുസിൽ നടക്കുന്നു തോന്നണ്ട. നടക്കൂലെന്താ ഉറപ്പ്? അങ്ങനെ ഉറപ്പാണെങ്കിൽ നജീബ് ഒന്ന് വെല്ലുവിളിക്കട്ടെ. വിളിച്ചാല് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. അച്ചുവേട്ടൻ വിളിച്ചതുപോലെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കണം. എന്താ പറ്റുമോ? പറ്റോന്ന്? മതി, ഇനി കൊട്ടൊക്കെ വെല്ലുവിളി കഴിഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിക്കോ. സോറി, വേഗമായിക്കോട്ടെ. കളരിക്കൽ മുറ്റത്തെ കടന്നിരുന്നോ? ഒരു മിനിറ്റ്. ഹലോ ഹലോ, ആദരേത് ഞാനാ, CM. എന്താ CM? എവിടുന്നാ? അങ്കത്തട്ടിന്നാ. അങ്കത്തട്ടിന്നോ? മനസ്സിലായില്ല. അതൊക്കെ പറയാം. ഫോൺ നജീബിനൊന്ന് കൊടുത്തേ. ശരി. നജീക്ക, CM വിളിക്കുന്നു. കാവിലേക്കുള്ള പിരിവൊക്കെ കൊടുത്തത്? പിരിവിനല്ല, സാക്ഷികളാവാൻ കുറച്ച് നാട്ടുകാർ വേണമെന്ന് പ്രേമേന്ദ്രൻ മാനേജർ വിളിച്ചിട്ട് വന്നതാ. സാക്ഷികളോ? എന്ത് സാക്ഷികള്? അതൊക്കെ പ്രേമചന്ദ്രൻ മാനേജറോട് ചോദിക്കണം. നീ ധൈര്യമായിരിക്കും നജീബേ. ഈ CM പ്രേമേന്ദ്രൻ നിന്റെ മാനേജർ ആയിരിക്കും നടത്തോളം കാലം അന്തിമ വിജയം ന്യൂ ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിന്റെതാ. കിട്ടി. ആ തെയ്യക്കാരനെയും ചെണ്ടക്കാരനെയും അതേ വേഷത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം വാ, അപ്പോഴേക്കും ഞാൻ അങ്കത്തിട്ട് ഒരുക്കിയേക്കാം. അതെ, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയത് ഞാനാണെന്ന് മാത്രം വിളിച്ച് കൂയിക്കരുത്. അച്യുതൻകുട്ടി എന്റെ അഡ്രസ് ഇല്ലാണ്ടാക്കി കളയും. താൻ ധൈര്യമായിട്ട് വാ. അകത്തേക്കാ? പിന്നല്ലാതെ, താനല്ലേ പ്രധാന സാക്ഷി. എന്റെ അമ്മ ഞാനില്ല. അകത്ത് കാലുകുത്തി കാല് വിട്ടു എന്നാ പറഞ്ഞേക്കണത്. അകത്ത് കാലുകുത്തിലെ തന്റെ കാര്യം ഞാൻ വിട്ടു. എന്റെ ഈശ്വര, ഞാൻ നിങ്ങളെ എപ്പോ എന്തിനു വിളിച്ചെന്നാ പറയണത്? ഇവരെ വിളിച്ചോണ്ടെന്നത് ഞാനാടാ. ഓഹോ, നീയായി. അതേടാ. ഇവൻ മാനേജർ പ്രേമേന്ദ്രൻ അല്ല, എനിക്കിട്ട് പാരപടിയാൻ നടക്കുന്ന ചതിയം പ്രേമേന്ദ്രനാ. നജീബിന്റെ ചിങ്കിടി ഞാനല്ല, നീയാ. അച്യുതൻകുട്ടിയുടെ കൂടെ കൂടിയതിന് ശേഷമല്ലടാ നീ ആളായ. പക്ഷെ ഈ CM പ്രേമചന്ദ്രനെ അതിനു മുമ്പേ നാട്ടുകാർ അറിയും. നീ CM ആണെങ്കിൽ ഞാൻ PM ആണടാ. എന്താ കൊട്ടണില്ലേ? ഈ PM പ്രേമേന്ദ്രനെ അറിയാത്ത ഒരു പട്ടി പോലും ഈ ഇന്ത്യ മഹാരാജ്യത്തിലില്ല. അത് ശരിയാ, പക്ഷെ പട്ടികളെ മാത്രമേ അറിയൂ. CM
കടിച്ച് മുറിക്കണ്ട, പല്ല് കൊഴിയൂടാ. എന്താ ആ. എന്താ ഇവിടെ? ദേ ഇവനോട് ചോദിക്ക്. എന്താടാ പ്രേമ? അംഗം കുറിക്കാൻ വന്നതാണ് മാതാജി. അംഗം കുറിക്കാൻ നീ ആരടാ? ആരമായി ചന്തുവോ അല്ല തച്ചോളി തങ്കപ്പനാ? ദേ പേരും അഡ്രസ്സും ഒക്കെ തെറ്റിച്ച് പാടാ. എടോ അഡ്രസ് ശരിയാക്കിട്ട് താനെന്താ അവർക്കൊക്കെ ലെറ്റർ അയക്കാൻ പോണോ? കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ച് പറയാ എന്റെ പ്രേമേന്ദ്ര. അത് പറയാനും അംഗം കുറിക്കാനുമുള്ള പടക്കുറിപ്പ് ഇപ്പൊ എത്തി. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് 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 ജയ്. പട്ടർമഠത്തിൽ ഉറക്കം വിളിക്കൂ. പട്ടർമഠത്തിൽ നജീബ് കീ ജയ് ജയ് ജയ്. No jackets? Call the bloody manager. ഹായ് എവരിബോഡി. ഞാൻ CM പ്രേമചന്ദ്രൻ, മാനേജർ ന്യൂ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. Manager, യെസ്. where are the jackets? Where are the jackets for the sarees? ഞാൻ മറന്നുപോയി. What? കവർന്നു മറന്നു പോയി, അത്രേ ഉള്ളൂ. Get out. ഏയ് നജീബേ. Fool. അവളുമാരുടെ ഒരു ഒടുക്കലത്തെ ഇംഗ്ലീഷ്. ഡാ നജീബേ, നീ ഇതെവിടെ പോയി കിടക്കുവായിരുന്നു? ഞാൻ അവളുമാർക്ക് റാംബോയിൽ കൂടെ നടക്കേണ്ട സ്റ്റൈൽ ഒന്ന് കാണിച്ചു. റാംബോ അല്ല, റാമ്പ്. അതെന്തുവാണ് ആയിക്കോട്ടെ. ആ ഡിസൈനർ മാഡം നിന്നെ അന്വേഷിക്കുന്നുണ്ട്, ചെല്ലടാ. പിന്നൊരു കാര്യം, ഇവിടെ വെച്ച് ഡേ നജീബേ ഡേ പോടേ എന്നൊന്നും വിളിച്ചേക്കരുത്, കുറച്ചില്ല. എനിക്കെന്ത് കുറച്ചില്? നിനക്കല്ല, എനിക്ക്. അത്ര ഉള്ള സാർ എന്ന് മാത്രം വിളിച്ചാൽ മതി. അതെന്തിന്? ന്യൂ ഫ്രണ്ട്സിന്റെ MD-യോട് സ്റ്റാഫിനൊക്കെ കുറച്ച് റെസ്പെക്ട് ആണെന്ന് കരുതിക്കോട്ടെ. ആ റെസ്പെക്ട് MD മാനേജറോടും കാണിക്കണം. ഞാൻ നിന്നെ സാർ എന്ന് വിളിക്കണം. വിളിച്ചാലെന്താ? ഡേ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. കോട്ടിട്ടവൻ MD, കോട്ടിടാത്തവൻ മാനേജർ, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസങ്ങളുണ്ട്. എന്ത്? ആ വ്യത്യാസം എന്താണെന്ന് നിനക്ക് മനസ്സിലായാലും അന്ന് നീ MD ആവും. I am new friends group MD Najib. Hello there. Are you okay? Yeah, okay, sir. But one problem. What problem? Tell me. We didn't get the jackets yet, sir. We had sent the measurement of our girls. I told that to your manager, but he did not respond yet. See, madam, actually, okay, CM ഏറ്റതല്ലേ? See, ഒന്നും പറയാതെ മുങ്ങി അത്രേ. Here, see, ഇവരുടെ ആ മുടിഞ്ഞ ഇംഗ്ലീഷ് കേട്ട് മുങ്ങിയതായിരിക്കും അവൻ. ഇനി തയ്ക്കാൻ മറന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല. നീ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഈ സാരി കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് അയ്യോ, ചെയ്ത്. ബ്ലൗസ് അല്ലാതെയോ? സാരിയുടെ ഷോ അല്ലേ, ബ്ലൗസിന്റെ ഷോ അല്ലല്ലോ. ഇവരോട് എന്താ പറയാ? അത് നീ ഇങ്ങനെ ബ്ലൗസ് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നീ അങ്ങനെ ചെയ്താൽ മതി. അതൊന്നും ശരിയാവും, പറ്റില്ല. ശരിയാവും. ഞാനില്ലേ പറഞ്ഞത്. നാഗർകോവിൽ തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിംഗ്. കോവിൽ ഏതോ കല്യാണം കാണുന്ന ഹീറോയും ഹീറോയിനും. കറക്റ്റ്. ഹീറോയും ഹീറോയിനും റെഡി. അവര് കാണുന്ന കല്യാണത്തിനുള്ള പെണ്ണും റെഡി. പക്ഷേ ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നവനെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ കോദാണ്ഡരാമ റെഡ്ഡി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബാലാജി, നീ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ഒരു ഓർഡർ. അന്ന് ഞാൻ ഇതുപോലെയൊന്നുമല്ല, ഇതിലും പൂസായിരുന്ന സ്മാർട്ടായിരുന്നു. ശിവാജി ഗണേശനില്ലേ അതുപോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി നിന്ന് താലി കെട്ടി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ദേവരനു. ആര്? ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ ചേട്ടൻ രാമകൃഷ്ണനും നാട്ടുകാരും. എന്തിന്? കെട്ടിയ പെണ്ണിനെ ഇവിടെ ഇട്ടുകൊണ്ട് പോയാ കൈയും കാലും വെട്ടുന്നു പറഞ്ഞ് എന്റെ ക്യാമറയും ബാഗും അവര് പിടിച്ചെടുത്തു. അപ്പൊ ആ പെണ്ണ് നടിയായിരുന്നില്ലേ? ഏയ്, ഷൂട്ടിംഗ് കാണാൻ വന്ന ആ പെണ്ണിനോട് എന്തൊക്കെയോ പറഞ്ഞ് വേഷം കിട്ടിച്ചത് ആ പ്രൊഡക്ഷൻ മാനേജർ തെണ്ടി. എന്നിട്ടെന്താ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ നാടുവിട്ടു. ശാന്തി മൂത്രോ? ഫസ്റ്റ് നൈറ്റിംഗ്. പിന്നെന്തിനാ അവിടുന്ന് പോന്നത്? അവിടെ തന്നെ കൂടായിരുന്നില്ലേ? അതെങ്ങനെയാ? അന്ന് എനിക്ക് നാട്ടിലൊരു ഭയങ്കര പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് കെട്ടാഞ്ഞത്? സിനിമാക്കാരന് പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തന്ത വേറൊരുത്തനെ കൊണ്ട് അവളെ കെട്ടിച്ചു. എന്നാ പിന്നെ തിരിച്ച് നാഗർകോവിലേക്ക് പോകായിരുന്നില്ലേ? ചെന്നാൽ അവരെന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവിടെ ഇടും. പിന്നെ ഒരിക്കലും അവരെ കണ്ടിട്ടേ ഇല്ല? ഒരുപാട് സ്ഥലത്ത് ഞാൻ അവരെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അന്ന് മുതൽ ഈ ക്യാമറയും തൂക്കി അലയാൻ തുടങ്ങിയതാ അശ്വത്ഥമാവിനെ പോലെ. ഓ, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. നാറുകോൽ. അതേടാ, നീ ഇരിക്കേ. വേണ്ട, ഞാനൊരു 1000 തവണ കേട്ട് ബോറടിച്ചതായി കഥ. 1000 അല്ല, 10,000 തവണ കേൾക്കണം. എന്നാലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാണ്ടായാൽ എന്താന്നുള്ള നൊമ്പരറിയൂ. ഗംഭരകോയില് മാത്രമേ പോയുള്ളൂ? അല്ല, காஞ்சி காமாட்சி சேத்திரத்திலும் தொழுது. முருகன் கோயில கூட கும்பிட்டு போலான்னு சொன்னேன். யாரு கேக்குறாங்க? സുബ്രഹ്മണ്യനുക്കും 2 പൊണ്ടാട്ടി, ഏകാംബരത്തിനും 2 പൊണ്ടാട്ടി. ആരെങ്കിലും ഒരാളെ തൊഴിലാ പോലെ. ഏകാംബരൻ എങ്ങനെ 2 ഭാര്യമാര്? പാർവതി മാത്ര ഭാര്യ. അപ്പൊ ഗംഗ പൊണ്ടാട്ടി അല്ലയാ? ജടയ്ക്കുള്ളിരിക്കുന്ന കള്ളക്കാതിലി എങ്ങനെ പൊണ്ടാട്ടി ആവൂടി? யாரு കള്ളക്കാതിലി? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കരുത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരേണ്ട വീട്ടിലേക്ക്.
ഇതാ പറയുന്നത് രണ്ട് തല തമ്മിൽ ചേരും പക്ഷെ നാലും കാഞ്ചി ഓ ഞാനൊരു പഴഞ്ചൊല്ലു പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? ആ മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ്ങ് എത്തുന്നാ പറഞ്ഞത്. ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? അയാളുടെ നമ്പറും കൊടുത്തു, അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി കളിപ്പിക്കാനോ? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ. എന്തായാലും ഒരു വരട്ടെ. അതിനു മുമ്പ് പൊലകുളിയുടെ കാര്യം ഏർപ്പാടാക്കണം. പൊലകുളിയോ? ആരുടെ? അല്ല, പുലികളി. നീ പൊക്കോ. അവനോടാ പോവാൻ പറഞ്ഞേ. കാഞ്ചിനാഥാ ഇത് തുറക്ക്. എന്താണ് അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടിത്ത്, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനുണ്ട്? ഇതാരുടെ? പുറം നാട്ടിൽ നിന്നൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള രണ്ടുപേരും ഇരിക്കട്ടെ. ഈ ദരിദ്രവാസികളാണ് അയ്യാവിടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാൽ ഒരു തറവാടിത്തൊക്കെ വേണ്ടേ? അതുകൊണ്ട് അയ്യ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ. നല്ല കാശം ചെലവാക്കി. ഈ അയ്യാവിടെ ഒരു ബുദ്ധി. നീ അത് രണ്ടും ഏതെങ്കിലും മൂലയ്ക്ക് കളഞ്ഞിട്ട് നീ ഇത് രണ്ടും എടുത്ത് അവിടെ തൂക്കും. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനും എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായി അണ്ണം പറയുന്ന എണ്ണം കൊണ്ട് അണ്ണന്റെ വീട്ടിൽ തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാ നിന്റെ തലയിൽ കേറില്ല. എന്നടാ മാറിയപ്പാ, ഒരു വാരമായി இந்த பக்கம் காணோம். மச்சான மறந்துட்டியா நீ? அப்படி சொல்லாதீங்க மச்சான். டிப்ளிகோஸ் இது கொஞ்சம் கூட சரியில்லை. என்னடா நான் இவருக்கு என்ன போறது உனக்கு பிடிக்கலையா? அது இல்லக்கா, மீனாட்சி சில்க்ஸோட எல்லா பப்ளிசிட்டியும் செய்யறது நம்ம முத்துப்பாண்டி தானே. ஊர்ல எத்தனையோ கல்யாணத்துக்கு அவ அலங்காரம் பண்ணிருக்கு. இப்ப மீனாட்சியோட கல்யாண அலங்காரத்துக்கு ஏதோ மலையாளத்தம்மாருக்கு ஆர்டர் கொடுத்த கேள்விப்பட்டேன். அதுவா எல்லாம் என் தங்கச்சி தேவநாயகியோட ஏற்பாடுதான். முத்துப்பாண்டி முகத்துல நான் இனி எப்படி முழிக்க மச்சா? முழிக்கிறதாவது கிழிக்கிறதாவது. டேய், புலி பதுங்கிறது எதுக்கு? பாயறதுக்கு தான். நம்ம சரவண மீனாட்சி கழுத்துல தாலி கட்டட்டும். பின்ன நான் சொல்றதுக்கு அப்புறம் ஒரு கால் தேவநாயகி முன்னோட்டு வைக்க மாட்டேன். சின்ன வயசுல அண்ணா ரொம்ப பயந்தாவ ആൾക്ക്. അല്ല, നിങ്ങൾ കുളിക്കാതെ എണ്ണ ഒഴിഞ്ഞ് കിന്നാരം പറഞ്ഞോണ്ടിരുന്നാലേ വെള്ളത്തിന്റെ ചൂട് കാത്തു നിൽക്കില്ല. പിന്നെ ചൂട് പോയിന്ന് പറഞ്ഞ് എന്റെ മേക്കെട്ട് കയറുന്നത്. അല്ല, പുന്നാര മച്ചാൻ എത്തിയിട്ടുണ്ടല്ലോ. മച്ചാനെ പാത്തിട്ട് പോകലാന്ന് വന്നേ. അപ്പൊ ഇന്ന് തന്നെ അങ്ങ് പോകും. അല്ല, എന്താ നിന്റെ കയ്യില്? വരല്. അതെനിക്ക് മനസ്സിലായി. അവന്റെ കയ്യിൽ എന്താന്നാ ചോദിച്ചത്? അത് വന്ന് വേണ്ട വേണ്ട, ഉരുളണ്ട. മച്ചാനെ കുടിപ്പിക്കാനുള്ള ഈ വരവും പോക്കും അധികം വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഏൻ തമ്പി ഇങ്ങ വരുവാ പോവാ, അത് കേൾക്കறதுக்கு ഇങ്ങ ആർക്കും അവകാശം ഇല്ല. അവകാശത്തെ പറ്റി പറയാൻ നീ ആരടി ചക്രവർത്തി? നീ ആരടി ചക്രവർത്തി? വേണ്ട, അവകാശം പറഞ്ഞുള്ള വഴക്കൊന്നും ഇവിടെ വേണ്ട. രണ്ട് കണക്കാ. ഞാൻ പല പ്രാവശ്യവും കൂട്ട சொன்னே ബാറ്റിലോടെ ഇങ്ങ വരക്കൂടാതെന്ന്. എനിക്ക് നിന്റെ ബ്രാൻഡി ബിസ്ക്കൊന്നും വേണ്ട. പോടാ വിളിയെ. ഔട്ട് ഹൗസിൽ കൊണ്ടുപോയി മച്ചാ ചാവുട്ടാക്കി പോയാച്ച്. എവിടെ നിന്റെ ബ്രാൻഡി? ചൂടാറുന്നതിന് മുമ്പ് കുടിക്കട്ടെ. അല്ല, വെള്ളം ചൂടാറുന്നതിന് മുമ്പ് കുളിക്കട്ടെ എന്ന്. അമ്മ കമാഷി, പോയി പയറുപൊടി എടുത്തിട്ട് വാ. എടുത്തോണ്ട് വരട്ടെ, ഞാൻ തേക്കും. നീ തേക്ക്, നീ തുടക്കി. വാ. തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യമായി சொன்ன ഞാൻ മുതലേരല്ലേ. നിങ്ങളെപ്പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യവെച്ചിട്ട് ഇങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും. ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറെ ഒരു ദരിദ്രവാസിയായിരുന്നു. കഷ്ടം. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തോർത്തും വിറ്റിടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാരി പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ. അങ്ങനെ വെറും ശങ്കരലിംഗ മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, പഴമൊഴി. ഇത് ബിസിനസ്സിലേക്കുള്ള കയറ്റം. വെച്ചിടി കയറ്റം. ഓ, പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്തുമൊഴി എഴുതി വെച്ചിട്ട് വെള്ളമിറങ്ങാതെ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കിട്ടി ഒരു മുതലയാര് പെണ്ണിനെ. പക്ഷെ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കോടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കൈ വെള്ളയിലിട്ടിങ്ങനെ അമ്മാനെ പാടും. എന്നിട്ട് മുള്ളിനെ മടക്കി കുതിയിട്ട് ഈശ്വര, എന്തായി കാണിക്കുന്നത്?
പോകുന്നത്. ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്നത് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ. ബോധമില്ലാതെ ഓരോന്നും വിളിച്ച് പറയുന്നത്. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. സ്റ്റഡി ആയിട്ട് നിൽക്കും. എനിക്കറിയാത്തതല്ലോ. തൂക്കം വരല രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞത്. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളിൽ ചെല്ലണമെന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങാനും താമസിച്ചാൽ മതിയായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നുമില്ല കേട്ടാ. സാപ്പാട് എങ്ക വെക്കരുത്. എവിടെ വെച്ചാലും എനിക്ക് സമ്മതം എന്താ. അയ്യോ ഇപ്പൊ അതൊന്നും വേണ്ട. എടാ വിളമ്പി തരണോന്നാ ചോദിച്ചത്. എന്നാ വിളമ്പിക്കോ. വേണ്ട, ഞങ്ങൾ വിളമ്പിക്കോളാം. പൊയ്ക്കോ. ആ 2 കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പോയി വിളമ്പടാ. ആ കുട്ടി വെറും പാവോ. ഏത് കുട്ടി? മീനാക്ഷി. ഏയ് അത് പാവൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പെണ്ണ. സ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അല്ലേലും മനസ്സ് തുറപ്പിക്കാൻ നിനക്ക് നല്ല മിടുക്കാണല്ലോ. കാട്ടിക്കിടിച്ചാ തുറക്കാത്ത എന്റെ മനസ്സ് മേശ വലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ. നജീക നിർത്തി. മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജ്ജന്മത്തിൽ പരിചയമുള്ള ഒരാളെ കണ്ട പോലെയാ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിലെ ആതിരയുടെ അമ്മായി അമ്മായിരുന്നിരിക്കും. എന്തിന് അമ്മായി അമ്മ നാത്തൂനായ പോലെ? കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ നാത്തൂനായി ജനിക്കുന്നത്. ആണോ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. അത് പ്രശ്നമല്ല. കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും. മനസ്സിലായില്ലേ? ഈ ജന്മത്തിലെ നാത്തൂനായിട്ട് നീ ആ പപ്പടം ചേർത്ത്. ഇത് രാജ്യം വേറെയാണ്. ഇതങ്ങനെ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ട. നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റ് മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ഈശ്വരാ രക്ഷിക്കണേ.